നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്തിനാ പാസ്റ്റർമാർക്കെതിരെ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഈ വീഡിയോ. എനിക്ക് ഒരു ക്രിസ്തീയ സംഘടനയോടും എതിർപ്പില്ല. പക്ഷെ ഉഡായിപ്പ് കാണിച്ച് മറ്റുള്ളവരെ മണ്ടന്മാരാക്കുമ്പോൾ പ്രതിഷേധിക്കാതെ വയ്യ എന്നതുകൊണ്ട് മാത്രം പ്രതികരിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ആരും അറിഞ്ഞോണ്ട് മാലിന്യ കുഴിയിലോട്ട് എടുത്തു ചാടത്തില്ല. റോഡിലൊക്കെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊക്കയുണ്ട്, ശ്രദ്ധിച്ചു പോകുക, വളവുണ്ട്, സൂക്ഷിക്കുക, ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ. എന്തിനാണത്? ആ വഴി പോയ പലരും ചെന്ന് അനർത്ഥങ്ങളിൽ പെട്ടു. നിങ്ങൾക്കത് സംഭവിക്കരുത്, സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ് എൻ്റെ ചില വീഡിയോകൾ. നിങ്ങൾ ഈ വഴി പോയി ചതിക്കപ്പെടരുതെന്ന മുന്നറിയിപ്പ്. കണ്ടാൽ നല്ല വഴി, ടാറിങ്ങും കൊള്ളാം. പക്ഷെ വണ്ടി 80 ചവിട്ടി വിട്ട് ചെല്ലുമ്പോഴാ വളവ് തിരിഞ്ഞ് തൊട്ടു മുമ്പിൽ ബ്രേക്ക് ഇല്ലാത്ത പാണ്ടി വണ്ടി. ഡ്രൈവർ പൂസാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കേരളത്തിൽ കൾട്ട് ഗ്രൂപ്പുകളുടെ ചാകരയാണിപ്പോൾ. കൈകൊട്ടും പാട്ടും അന്യഭാഷയും ഉണ്ടാവും. പക്ഷെ ദുരുപദേശത്തിൽ മൂക്കുകുത്തി വീണു പോയാൽ തീർന്നു. ക്രിസ്തീയ ജീവിതം വേദപുസ്തക അടിസ്ഥാനത്തിലാവട്ടെ. അതിന് തിരുവചനം വായിച്ച് സ്വയം ധ്യാനിക്കണം. ബൈബിളിനെ വചനങ്ങളിൽ ഏകദേശം ഒരു പരിജ്ഞാനമെങ്കിലും നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ചതിക്കപ്പെടും. കഴിഞ്ഞ വീഡിയോയിൽ പാസ്റ്റർമാരായ ടിനു ജോർജ്, PG വർഗീസ് എന്നിവരെ പറ്റി പറഞ്ഞിരുന്നു. ഈ രണ്ടു പേരോടും വ്യക്തികൾ എന്ന നിലയിൽ എനിക്ക് ഒരെതിർപ്പുമില്ല. പാസ്റ്റർ PG വർഗീസിനെ നേരിട്ട് എനിക്ക് പരിചയമില്ല. പക്ഷെ 25 വർഷം മുമ്പ് തൻ്റെ 18ഓളം പുസ്തകങ്ങൾ പോസ്റ്റൽ വഴി എനിക്ക് അയച്ചു തന്നിരുന്നു. അത് എന്തിനാണെന്ന് സത്യമായും ഇന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ ധാരാളം ആത്മീയ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചതിനാലാവും എൻ്റെ അഡ്രസ് കണ്ടെത്തി പുസ്തകം അയച്ചു തന്നത്. ചില പുസ്തകങ്ങളൊക്കെ മനസ്സിൽ വല്ലാതെ വിങ്ങലുണ്ടാക്കിയവയാണ്. അദ്ദേഹം നല്ലൊരു മിഷണറിയാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നേരിൽ കാണാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. അന്നുമില്ല, ഇന്നുമില്ല. ടിനു ജോർജിന്റെ പ്രസംഗം ഒരിക്കൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ഒരു താല്പര്യവും ഇവരോടില്ല. രണ്ടുപേരുടെയും തുടക്കം വളരെ നല്ലത്. PGയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എത്ര പോക്കറ്റുള്ള ജിബ്ബ വേണമെങ്കിലും ഇട്ടോട്ടെ. ദ്രവ്യാഗ്രഹത്തിന് കൂട്ടുപിടിക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. നിന്റെ രൂപ എന്റെ പോക്കറ്റിലോട്ട് ഇടുന്നത് എനിക്ക് വേണ്ടിയല്ല, അത് നിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. എനിക്ക് എത്ര പോക്കറ്റ് ഉണ്ടെന്നറിയാം. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, 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 ഇവിടെ 2 പോക്കറ്റ് ഉണ്ട്. 2 എന്തിനാണെന്നറിയാം? ആർക്കെങ്കിലും രൂപ ഇടണമെങ്കിൽ ഇഷ്ടമുള്ള പോക്കറ്റ് ഇടാം. ദൈവം ശക്തമായി ഉപയോഗിക്കുമായിരുന്ന ചെറുപ്പക്കാരനാണ് ടിനു. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ദൈവം വേണോ, മാമോൻ വേണോ? മാമോനെയും ദൈവത്തെയും കൂടെ ഒരേ സമയം സേവിക്കാൻ കഴിയില്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ടിനു, സമ്പത്തോടുള്ള ആർത്തിയും ഉഡായിപ്പുമില്ലായിരുന്നെങ്കിൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുമായിരുന്ന വ്യക്തിയായിരുന്നു താങ്കൾ. പക്ഷേ എന്തു ചെയ്യാം? സമ്പത്ത്, ദ്രവ്യത്തോടുള്ള താല്പര്യം വർദ്ധിച്ചുപോയി. ക്രിസ്തുവിൻ്റെ നാമത്തിൽ 8 കോടി പിരിക്കാൻ ടിനുവിന് ചൂട്ടുപിടിച്ചത് വചനത്തിൽ തഴക്കവും പഴക്കവുമുള്ള PG ആണ്. അത് തെറ്റാണെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിനൊരു മാറ്റവുമില്ല. ഒരു ആരാധനാ ഹാളിന് എത്ര കോടി വരെ മുടക്കാം എന്ന മത്സരത്തിലാണ് ഇപ്പോഴത്തെ ന്യൂജൻ സഭകൾ. നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് എന്തു വേണമെങ്കിലും പണിതോ. പക്ഷെ പട്ടിണി പാവങ്ങളായ വിശ്വാസികളുടെ കീശയിൽ കൈയിടരുത്. ബാംഗ്ലൂരിലെ ഒരു പാസ്റ്റർ അതേപ്പറ്റി പറഞ്ഞത് പിച്ചക്കാശെന്നാണ്. പക്ഷേ അത് എണ്ണാൻ അദ്ദേഹത്തിന് 5 നോട്ടെണ്ണൽ മെഷീനുകളുണ്ട്. ഒന്നുകൂടെ കേട്ടോളൂ ആ പറഞ്ഞ ഡയലോഗ്. ചർച്ചിൽ ഞങ്ങൾക്ക് സ്തോത്രാഴ്ച എണ്ണാനും വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. ആരംഭത്തിൽ 1983 ഞാൻ ചർച്ചിൽ ചെന്ന് ചുമതലയെടുക്കുമ്പോൾ 7 രൂപ 50 പൈസ കിട്ടിയ ആഴ്ചയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് 5 മെഷീൻ ഉണ്ട്, നോട്ടുണ്ടെന്ന്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ എണ്ണി തീരെയില്ല. അതുകൊണ്ട് 5 മെഷീൻ ഉണ്ട്, നോട്ടെണ്ണൽ. സർവീസസ് ഒത്തിരി ഉണ്ട്. കഴിഞ്ഞ ഒരു ദിവസം എന്റെ 2ാമത്തെ മോൻ എന്ന് പറഞ്ഞ, ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വിട്ടേച്ചു പോകും, ഇത് എണ്ണിയും തേച്ചും തൂത്തും വിഷമിച്ചു. സ്തോത്ര കാഴ്ച ഇടുന്നെങ്കിൽ
എന്റെ ആരോഗ്യത്തിനും എന്റെ വരുമാനത്തിനും ബാങ്ക് ബാലൻസിനും യുക്തമായ ഒരു തുക, ചുളുങ്ങാത്ത മുഷിയാത്ത നല്ല നോട്ട് കർത്താവെ അംഗീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വലത്തെ കൈകൊണ്ടേ സമർപ്പിക്കാവൂ. പിടികിട്ടുന്നുണ്ടോ? അത് സ്തോത്ര കാഴ്ചയാ, മറ്റേത് പിച്ചക്കാശ. ഞാൻ അങ്ങനെ സ്തോത്ര കാഴ്ച അനൗൺസ് ചെയ്തുകൊണ്ട് അന്നൊരു സ്തോത്ര കാഴ്ച എടുത്തു. സാധാരണ ഈ സ്തോത്ര കാഴ്ച എന്ന് പറയുന്ന ഇടുന്ന പിച്ചക്കാശ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി എണ്ണിയാൽ കരിസ്മ ചർച്ചുകാർക്ക് ആ ദിവസങ്ങളിൽ അവിടുന്ന് ഒരു 3000 രൂപ അടുത്താണ് ഒരു സ്തോത്ര കാഴ്ചയിൽ അവർക്ക് പിരിഞ്ഞു കിട്ടുന്നത്. ഈ സ്തോത്ര കാഴ്ച കഴിഞ്ഞ ശേഷം മോളി ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററിലെ ഇതൊരു ഭയങ്കരമായി പോയി. ഞാൻ ചെന്നെ പറ്റി 1.25 ലക്ഷം ആളുകളുടെ ഇല്ലാത്തതല്ല, അവർക്കൊരു ബോധമില്ലാത്തതാണ്. അദ്ദേഹം പറഞ്ഞ ഈ ഇളയ മോൻ കോട്ടയത്തെ പ്രത്യാശ മഹോത്സവത്തിൽ പ്രസംഗിച്ച് കെങ്കേമമാക്കാൻ പറന്നെത്തിയിരുന്നു. ഈ കാശിടുന്ന വിശ്വാസികൾ ഇവർക്ക് വെറും പിച്ചക്കാരാണത്രേ. ഇവരുടെ വിലയും നിലയും എന്താണെന്ന് അവർ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇവർ വാങ്ങിക്കൂട്ടുന്ന സ്വത്തുവകകൾ മുഴുവനും സ്വന്തം പേരിലും മക്കളുടെ പേരിലുമാണ്. നാളെ സഭ പൂട്ടുവാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോണം. പണം മുടക്കിയവന് യാതൊരു അവകാശവുമില്ല. പ്രസംഗത്തിൽ തകർക്കും, പക്ഷേ സഹ വിശ്വാസിയായി മുന്നിലിരിക്കുന്നവൻ വെറും പിച്ചങ്കാരൻ. യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ 10,000-ങ്ങളാണ് ഓടി വന്നത്. പുള്ളിക്കാരൻ നോട്ടീസും അടിച്ചില്ല, ഫ്ലെക്സും ഒട്ടിച്ചില്ല, മൈക്കുമില്ലായിരുന്നു, ഒരൊറ്റ വർഷിപ്പ് ലീഡേഴ്സും അവിടെ എങ്ങുമില്ലായിരുന്നു. 3 ദിവസം വരെ പക്ഷെ ജനങ്ങൾ ഒറ്റ ഇരിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ധോരണി കേട്ടുകൊണ്ട്. കടലോരത്തും നിർജ്ജന പ്രദേശത്തുമായിരുന്നു യോഗം. യേശുവിന്റെ യോഗത്തിൽ സ്തോത്ര കാഴ്ച എന്ന ഒരു പരിപാടിയെ എടുത്തതായി ഒരിടത്തും കാണുന്നില്ല. ബക്കറ്റു പിരിവും എടുത്തില്ല. യേശു ദ്രവ്യാഗ്രഹിയായിരുന്നെങ്കിൽ മന്ത്രിയായിരുന്ന അരിമഥ്യയിലെ ജോസഫിനെയും യഹൂദ പ്രമാണിയായിരുന്ന നിക്കോദീമോസിനെയും ഒക്കെ മൊട്ടയടിച്ചേനെ. പക്ഷേ ജനം മടങ്ങും മുൻപ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ യേശു മനസ്സ് കാണിച്ചു. അങ്ങോട്ട് പിടിച്ചു വാങ്ങിയില്ല, ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് കൊട്ടക്കണക്കിന് മിച്ചം വെച്ചിട്ടാണ് ജനം ആ നിർജ്ജന പ്രദേശത്തു നിന്ന് പിരിഞ്ഞുപോയത്. യേശുവിന് ബാങ്ക് ബാലൻസും ഇല്ലായിരുന്നു. മടിശീല മാത്രം സ്വത്ത്. അത് യൂദയായിരുന്നു പിടിച്ചിരുന്നത്, ട്രഷറർ. അതിനിടയ്ക്കിടെ പണം തട്ടിയെടുത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപക്ഷെ യൂദ ആരും അറിയാതെ പണം ഇങ്ങനെ മോഷ്ടിച്ച് പേഴ്സ് കാലിയായതിനാലാവും യേശുവിനെ കാണിച്ചു കൊടുത്തിട്ടായാലും 30 വെള്ളിക്കാശ് സ്വന്തമാക്കിയത്. കണക്ക് ശരിയാക്കണമല്ലോ. യേശുവിനെ വിറ്റ് കീശ നിറയ്ക്കുന്നവരും യേശുവിന്റെ പേരിൽ മടിശീല നിറച്ച് അടിച്ചു മാറ്റുന്നവരും യൂദയുടെ അനുഭവം ഇടയ്ക്കെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ആ പണം യൂദയ്ക്ക് ഉപകരിച്ചില്ല, അവന്റെ സന്തതികൾക്കും. ക്രിസ്തുവിനെ വിൽക്കുന്നവർ ആരായാലും അത് ഇടയ്ക്കൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് കേട്ടോ. ജീവിതത്തിലെ താളപ്പിഴകളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥനായോഗത്തിന് വന്നിരുന്നു തരുന്ന സാധുക്കളെ ഊറ്റി മടിശീല വീർപ്പിച്ചാൽ അത് ഉപകരിക്കത്തില്ലെന്ന് സാരം. കാറും വീടും ബാങ്ക് ബാലൻസും തെറ്റല്ല, എല്ലാം ആവശ്യത്തിനും വേണം. പക്ഷേ അത്യാഗ്രഹം മുഴുത്ത് പണം പിടുങ്ങുന്നത് പാപമാണ്. അരിഷ്ടത മാറി നല്ലൊരു നാളെ സ്വപ്നം കണ്ടു പ്രാർത്ഥിക്കാൻ ഓടി വരുന്നവന്റെ കെട്ടുതാലി വരെ ബക്കറ്റ് പിരിവ് നടത്തി വിഴുങ്ങിയാൽ അത് ചോരപ്പണമാണ്. യൂദ പോലും യേശുവിനെ വിറ്റ വില മന്ദിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാണല്ലോ. പാവം യൂദായിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. അതിന് മനസാക്ഷി വേണം, മനസ്സിൽ യേശു ഉണ്ടായിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു.